കഴിച്ചോ? എല്ലാവർക്കും സുഖമല്ലേ? ആർക്കും ഉഷാറില്ല? എല്ലാവർക്കും സുഖമല്ലേ? സുഖമല്ലേ? ജോലിക്കൊന്നും പോയില്ലേ? കേട്ടില്ല. ഇങ്ങോട്ട് നോക്കണേ. ഹലോ, അപ്പൊ പ്രോഗ്രാം കാണാറുണ്ടോ? ഏത് പ്രോഗ്രാം? സ്റ്റാർ മാജിക് ആണോ? എന്റെ തങ്കച്ചനെയോ? തങ്കച്ചനെ ഞാൻ എവിടെ നിന്ന് കൊണ്ടുവരാനാ? തങ്കച്ചന്റെ വീട്ടിലല്ലേ? എവിടെ പോയാലും ചോദിക്കും തങ്കച്ചൻ എന്ത് കൊണ്ടുവരാത്തേ. ഞാൻ എന്താ തങ്കച്ചനെ കൊണ്ടുവരാത്തതാണോ? ഹായ്, എല്ലാവരും നോക്കുവാട്ടോ. എന്തായാലും ഒത്തിരി സന്തോഷം. എന്താ പറയാ, വിനീഷേട്ടനും വിന്ദ ചേച്ചിയും 2 മക്കള് കുറച്ച് നാൾക്ക് മുന്നെയാണ് എന്നെ ഈ ഒരു ഷോപ്പിന് ഇനാഗുറേഷന് വേണ്ടിയിട്ട് ക്ഷണിച്ചത്. നമ്മുടെ ചേട്ടന്റെ ഫ്രണ്ടാണല്ലേ? ചേട്ടന്റെ ഫ്രണ്ടാണ്. അതെ, ചേട്ടനാണ് എൻ്റെ ഈ കാര്യം പറയുന്നത്. അങ്ങനെ വിനീഷേട്ടനെയും വിന്ദ ചേച്ചിയും പരിചയപ്പെടുത്തി തന്നു. അങ്ങനെ എന്നെ ക്ഷണിച്ചു. ഒത്തിരി സന്തോഷം നിങ്ങളുടെ പുതിയൊരു ഷോപ്പിന്റെ ഇനാഗുറേഷന് ക്ഷണിച്ചതിൽ. നമ്മുടെ ഫാൻസി വേൾഡ് ഇപ്പോൾ ചേച്ചിമാരാണെങ്കിൽ ഇപ്പം ഞാൻ ഉൾപ്പെടെ നിങ്ങൾക്കൊക്കെ അറിയാം, ഇപ്പം ആരും സ്വർണ്ണം ഇട്ട് നടക്കാറില്ല അല്ലേ? പേടിച്ചിട്ടാണോ? അല്ല, ഇപ്പം ആരും സ്വർണ്ണം ഇടാറില്ല. വാങ്ങിച്ച് നമ്മുടെ പിന്നെ ലോക്കറിലോ അല്ലെങ്കിൽ വീട്ടിലും വാങ്ങിച്ച് നമ്മൾ കൂട്ടി വയ്ക്കും. അല്ലാണ്ട് നമ്മൾ ഇട്ടുകൊണ്ട് നടക്കാൻ ആരും ഇപ്പം പൊതുവെ ആരും ഇടാറില്ല. ഇമിറ്റേഷനാണ് കൂടുതൽ ഇടുന്നത്. ഞാനും ഇമിറ്റേഷനാണ് ഇടുന്നത്. കാരണം ഗോൾഡിനേക്കാളും ഭംഗിയാണ് ഇമിറ്റേഷൻ ഇപ്പോൾ. അതുകൊണ്ട് ഇപ്പോൾ ഗോൾഡ് ഇട്ടാലും ഇമിറ്റേഷൻ ഇട്ടാലും അറിയാൻ പറ്റത്തില്ല അത് ഗോൾഡ് ആണോ ഇമിറ്റേഷൻ ആണോ എന്ന്. ഞാനിപ്പോൾ ഗോൾഡ് ഇട്ടിട്ട് പോയാലും പറയും ഇത് ഇമിറ്റേഷൻ ആണോ, ഇമിറ്റേഷൻ ഇട്ടോട്ട് പോയാൽ ഇത് ഗോൾഡ് ആണോ എന്ന് ചോദിക്കും. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതലും പിന്നെ ഇപ്പോൾ ഇതുപോലുള്ള ആൻറ്റിക്ക് പോലുള്ള ഓർണമെൻറ്റ്സാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫാൻസി വേൾഡിൽ ചേച്ചിമാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കുമായിട്ട് കുറേ ഇമിറ്റേഷൻസ് ഗോൾഡ് വന്നിട്ടുണ്ട്. കുട്ടികൾക്കുള്ള ടോയ്സ്, പിന്നെ കോസ്മെറ്റിക് സാധനങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും എന്താ പറയണ്ടേ, വന്ന് വിസിറ്റ് ചെയ്യുക. എന്തായാലും ഒത്തിരി സന്തോഷം. എന്നെ ഈ നാട്ടിൽ ആദ്യമായിട്ടാണ് ഈ നാട്ടിൽ വരുന്നത്. കല്ലിശ്ശേരി, അതെ, കല്ലിശ്ശേരിയിൽ ആദ്യമായിട്ടാണ് വരുന്നത്. എന്നെ ക്ഷണിച്ചതിലും നിങ്ങളെല്ലാവരെയും കാണാൻ കഴിഞ്ഞതിലും ഇവിടെ ഞാൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ വന്ന എല്ലാവരോടും ഒത്തിരി നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. ചേട്ടന്മാരൊക്കെ നോക്കുന്നു. ഇനിയിപ്പോൾ എന്നെ മനസ്സിലായിട്ടാണോ എന്ന് എനിക്കറിയില്ല. മനസ്സിലായിട്ടാണോ? പിന്നേന്ന് ഓട്ടോ ചേട്ടന്മാരൊന്നും ഓട്ടോ ഓടാൻ പോവാതെ എന്നെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുവാണ്. എല്ലാവർക്കും ഒരു ഹായ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? 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 കഴിച്ചു. ഇതെന്താ കല്ലിശ്ശേരിയിൽ കൊടുക്കുന്ന ഒരു ഉഷാറില്ലാത്ത? കഴിച്ചോ? കഴിച്ചു? കേട്ടില്ല. ചേട്ടൻ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുവാണ് കേട്ടോ. രാവിലെ തന്നെ ജോലിക്കൊന്നും പോണ്ടേ? പോണം. ഇത് കഴിഞ്ഞിട്ടോണം പോവാല്ലേ? കേട്ടി? പിന്നെ ഫോട്ടോ എടുക്കണ്ടേ? എടുക്കണം. രാവിലെ അമ്പലത്തിൽ പോയോ? രാവിലെ എന്താ കഴിച്ചേ? എന്നോട് നേരത്തെ പറഞ്ഞ് കഴിച്ചു, ഇപ്പൊ പറഞ്ഞ് കഴിച്ചില്ലെന്ന്. കള്ളം പറയുന്നോ? എന്താ കഴിക്കാത്ത? ഞാൻ വരുന്നത് 9:30 ടൈം വെച്ചതുകൊണ്ടാണോ? ആണോ? ഇനി വേണം കഴിക്കാൻ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം കേട്ടോ, മറക്കരുത്. അത് വിട്ടു പോകരുത്. ഓ, ആരിനാണ് അറിയാമോ? എവിടെ ആരിനാണോ താമസിക്കുന്നത്? അറിയാം. ഞാൻ താമസിക്കുന്ന സ്ഥലം പോലും അറിയാം കല്ലിശ്ശേരിയിലുള്ളവർക്ക്. എന്നാലും ഒത്തിരി സന്തോഷം. പുതിയ നമ്മുടെ ഗസ്റ്റുകൾ വന്നിട്ടുണ്ട്. അത് നിർത്തിയ എന്തെങ്കിലും വിഷമമുണ്ടോ? ഇല്ലേ? അന്ന് നിർത്താൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. പിന്നെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും ചോദിക്ക്. ചേട്ടൻ എന്താ ചോദിക്കുന്നു? ശരിക്കും ഞാൻ മുട്ട കഴിച്ചു രാവിലെ. എടുത്തോ ചേട്ടാ, എടുത്തോളൂ. രാവിലെ പുട്ടാ ചേട്ടാ കഴിച്ചേ? ചേട്ടൻ രാവിലെ എന്താ കഴിച്ചേ? പുട്ടാണ് കഴിച്ചത്. ഹലോ, നീ ഇവിടെ എത്തിയോ? ആണോ? ഓക്കെ. ദൈവം ഇവിടെ വീണ്ടും എത്തിയിരിക്കുന്നു. ഞാൻ ഏത് ഇനാഗുറേഷന് പോയാലും
ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെ പോയാൽ പുറത്തൊന്നും ഇതൊരു ദൈവം എൻ്റെ ഭാഗ്യത്തിന് വന്നിട്ടില്ല. കാസർഗോഡ് വരെ പോയാലും എൻ്റെ കൂടെ ഞാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ വരുന്നൊരു വ്യക്തിയാണ്. അവന് നിന്റെ നാടല്ലേ ഇത്? അല്ലേ, നിന്റെ നാടല്ലേ? അല്ലേ? എവിടെ പോയാലും ട്രിവാൻഡ്രം ആണെങ്കിൽ അങ്ങനെ, കൊല്ലം അങ്ങനെ, പത്തനംതിട്ട ആയാലും ആലപ്പുഴ ആയാലും, ഇനിയിപ്പോൾ ഇവിടെ തൃശ്ശൂരാണെങ്കിലും മലപ്പുറം ആണെങ്കിലും എവിടെയാണെങ്കിലും അവിടെ കാണും ദേവൻ. വരുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? സൈക്കിൾ ചവിട്ടി. ശരിക്കും ഞാൻ പോകുന്ന മിക്ക ഇനാഗുറേഷനും പോകുമ്പോൾ സൈക്കിൾ ചവിട്ടിയാണ് അവൻ വരുന്നത്. ഇപ്പൊ ഈ ഇടയ്ക്ക് എന്തോ കാലെന്തോ വയ്യാണ്ടായപ്പം ട്രെയിനിൽ കയറി വന്നല്ലേ. ഞാൻ കുറേ ഇനാഗുറേഷനൊക്കെ പോകുമ്പോൾ ഞാൻ പറയും വരരുത്, അങ്ങനെ വരരുത്, എന്തിനാ വരുന്നത്, എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം, എന്തെങ്കിലും പഠിക്കാൻ പോകാൻ. ഇല്ല, കുഴപ്പമില്ല, എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. എന്നെ കാണാൻ ഭയങ്കര സന്തോഷമോ? എന്നാ പിന്നെ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ടോ വീട്ടില്, വാൾപേപ്പർ ആണോ? സന്തോഷം. അപ്പൊ ഇതേ കാണാൻ ഭയങ്കര സന്തോഷം. നല്ല തിരക്കുണ്ട്. എല്ലാവരും ഒന്ന് ഒതുങ്ങി കൊടുക്കൂ പ്ലീസ്. ഹായ് ചേട്ടാ, നേരെ നോക്കി പോട്ടോ പ്ലീസ്. ഓക്കെ ഓക്കെ ഓക്കെ, പോ.
ചേച്ചി ഇവിടെ നിൽപ്പുണ്ട്. ചേച്ചി ഇവിടെ വേണ്ടാക്കണം. അതെന്താ ഈ പുള്ളി എല്ലായിടത്തും ഉണ്ടല്ലോ. ഫാനാണോ? ചേച്ചി വാ. പെട്ടെന്ന് കേട്ടോ. ബ്രോ ഫാനാണോ ബ്രോ? അല്ല, സ്വന്തം ചേച്ചി. ഒന്നാം പിറന്നാൾ ആഘോഷിക്കുന്ന ചേച്ചിയുടെ എല്ലാവരുടെ ആശംസകളും നേരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു. എൻ്റെ കയ്യിൽ നിന്ന് തരാനുള്ളതായിരുന്നു. വണ്ടി ശരി എന്നാൽ താങ്ക് യു.